സ്വാഗതം ടോപ്പ് ന്യൂസിലേക്ക് നോക്കാം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അതിവേഗത്തിൽ. കേന്ദ്ര അവഗണനയ്ക്കിടയിലും മഹാദുരന്തത്തെ കേരളം മറികടക്കുന്നു. മുണ്ടക്കൈ ചുരുൾമല ദുരിതബാധിതർക്കായി കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യത്തിലേക്ക്. മുഖ്യമന്ത്രി ഇന്ന് തറക്കല്ലിടും. ഉയർന്നത് അതിജീവനത്തിന്റെ മഹാമാതൃക. ടൗൺഷിപ്പ് വരുന്നതിൽ സന്തോഷമെന്ന് ദുരന്തത്തെ അതിജീവിച്ചവർ പറയുന്നു. 300 രൂപ വെച്ചിട്ടുള്ള അതൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടി 10 ലക്ഷം അവർ കൊടുക്കേണ്ടി പറഞ്ഞാൽ 5 ലക്ഷം ഇപ്പോൾ എൻ്റെ 2 ദിവസമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. 5 ലക്ഷം കയറിയിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമാണ്. മോളെ പഠിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റി വെക്കാമല്ലോ. അത് ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങൾ ദുരിതപ്പെട്ട ആളുകൾ വയനാട്ടിൻ്റെ പല ഭാഗത്തായിട്ട് ഗവൺമെൻറ് താമസിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് താമസിച്ചിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ഒരു കൊലക്കീഴിലേക്ക് വരുന്നതാണ്. കാരണം പണ്ടത്തെ നാട്ടുകാരെല്ലാം വീണ്ടും ഒത്തൊരുമിക്കുക എന്നുള്ളൊരു സന്തോഷം കാണാത്തവരൊക്കെ കാണാം. ഇനിയും ആ പഴയ ആ ഒരു സ്നേഹത്തിലേക്ക് സൗഹൃദത്തിലേക്ക് പോകാം. ആ ഒരു സന്തോഷത്തിലാണ് അമ്മയുടെ കണ്ണീർ ഇപ്പോൾ കണ്ണീർ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷം ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങൾ പിന്നെ പോയി വീണ്ടും ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിപ്പിക്കുകയാണ്. അത് തുടക്കം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നത്. 4 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യാൻ പോകുന്നത്. സന്തോഷം, വളരെ സന്തോഷം സാറേ. വീട് കെട്ടണതും ടൗൺഷിപ്പും ഞങ്ങൾക്ക് അങ്കണവാടി, അമ്പലം, പള്ളി, കടകൾ എല്ലാം സന്തോഷത്തോടെ പറ്റും. പക്ഷെ വീട് കിട്ടാത്തവർക്ക് എല്ലാവർക്കും വീട് വേണം. പണ്ടത്തെ പോലെ അമേരിക്കയിലേക്ക് പോകാൻ കേന്ദ്രം അനുവദിക്കാത്തത് അപലപനീയമെന്ന് മന്ത്രി പി രാജീവ്. ക്ഷണിക്കപ്പെടുകയും കേരളത്തിനൊരു പദ്ധതി നോവൽ ഇന്നോവേഷനായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് 152 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നത് നാടിന് അഭിമാനകരമായ ഒന്നായിരുന്നു. അതിന് അനുമതി നിഷേധിച്ചത് അത് അസാധാരണമാണ്, അങ്ങേയറ്റം അപലപനീയവുമാണ്. ആരാധകർ കാത്തിരുന്ന എമ്പുരാൻ തിയേറ്ററുകളിൽ. കൊച്ചിയിലെ ആദ്യ ഷോയ്ക്ക് മോഹൻലാലും പൃഥ്വിരാജും. കേരളത്തിൽ മാത്രം 750 സ്ക്രീനുകളിൽ പ്രദർശനം. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. എമ്പുരാന്റെ ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം മികച്ച പ്രതികരണങ്ങൾ. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു സാധനമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞാൽ കോടികളുടെ ഒരു കണക്ക് തന്നെ എന്തായാലും കളികൾ തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ സിനിമ എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്ന ഒരു ആംഗിളിലൂടെ ആയിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലൂസിഫർ വേറൊരു ലെവൽ സ്റ്റഫായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കളിയായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഖുറേഷി എബ്രഹാമിൻ്റെ പരിപാടികളാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. എന്നാലും ആ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്ന ഒരു ഓറ അത് വേറെ ലെവലാണ്. 1-2 ഗൂസ് ബംസ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഈ ഇൻട്രോ പറഞ്ഞ പോലെ ശരിക്കും തിയേറ്റർ കൂടുതൽ. മോഹൻലാൽ നായകനായ എമ്പുരാനെ വരവേൽക്കാൻ പുലർച്ചെ മുതൽ തിയേറ്ററുകളിൽ എത്തിയത് ഒട്ടനവധി സിനിമാ പ്രേമികൾ. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷ്. ഓച്ചിറ വവ്വാക്കാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. സന്തോഷിനെ കൊലപ്പെടുത്തിയ അതേ സംഘമെന്ന് സൂചന. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ പ്രതികൾ കൊലപാതകം ചെയ്യാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമണമെന്ന് കൊല്ലപ്പെട്ട സന്തോഷിന്റെ മാതാവ് പറയുന്നു. ഞാൻ ചെവി ഓർത്തപ്പം വീണ്ടും അടിച്ചപ്പോൾ ആരാന്ന് ചോദിച്ചു. അന്നേരം അവന്മാർ എൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് കതവ് അടിച്ച് പൊട്ടിച്ച് അങ്ങിട്ട്. അത് കഴിഞ്ഞ്
എന്നെ കണ്ടപ്പോൾ ചോദിച്ചു സന്തോഷമില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. വടിവാളും ഒക്കെ ആയിട്ട് കയറി 3-4 അവന്മാർ കയറി എന്തൊക്കെയോ ചെയ്ത കളം കെട്ടിക്കിടക്കിയ രക്തം. പാർലമെന്റ് ബജറ്റ് സമ്മേളനം പുരോഗമിക്കുന്നു. എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ഇന്ന് ലോക്സഭയിൽ. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ പ്രതിപക്ഷ പാർട്ടികളെന്ന് ഇരുസഭകളിലും പ്രതിഷേധിച്ചേക്കും. IPL ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജെയിൻസ് പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അഭയ കേന്ദ്രത്തിൽ പക്ഷിവിഷബാധ. സംഭവത്തിൽ അന്തേവാസികളായ 3 കുട്ടികൾ മരിച്ചു. 25 കുട്ടികൾ ആശുപത്രിയിൽ. നാളെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങിയ കർഷകർ. പ്രക്ഷോഭം മിനിമം താങ്ങുവില അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്ത കർഷകരെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതന വിതരണത്തിനായി തുക അനുവദിച്ചു. 14.29 കോടി രൂപയാണ് അനുവദിച്ചത്. സഹായമായി തുക അനുവദിച്ച് തൊഴിലാളികളുടെ ഫെബ്രുവരിയിലെ വേതനം നൽകുന്നതിന്. ദേശാഭിമാനിക്ക് പന്തീരങ്കാവിൽ നിർമ്മിച്ച ഓഫീസ് സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മൂന്നാം ഭരണം ഉറപ്പായതിൽ പല മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണം ശക്തമാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാം വട്ടവും ഭരണം ലഭിക്കുമെന്ന പൊതുവായ പ്രതീക്ഷ ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടെ വല്ലാതെ പരിഭ്രാന്തിയിലാവുകയും അവർ അധാർമികതയുടെ ഏതറ്റത്തേക്കും സഞ്ചരിക്കും എന്ന നിലയും ഉണ്ടാവുകയാണ്. വാളയാർ കേസിൽ യഥാർത്ഥ കുറ്റവാളികളെ തിരിച്ചറിഞ്ഞപ്പോൾ വാർത്തയായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിശോധിച്ചാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാം വട്ടവും ഭരണം ലഭിക്കുമെന്ന പൊതുവായ പ്രതീക്ഷ ജനങ്ങളിലാകെ ഉയർന്നു വന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 320 രൂപ കൂടി 65,880 രൂപയായി. 8,235 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. തീരുവ നയം നടപ്പിലാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും കാർ ഭാഗങ്ങൾക്കും 25% തീരുവ. അട്ടപ്പാടി ജെല്ലിപ്പാറയിൽ ബേക്കറിയിലേക്ക് കാട്ടുപന്നി ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. ദൃശ്യങ്ങൾ പുറത്ത്. മൂലധന ശക്തികളുടെ ആശയ പ്രചാരണം നടത്തുന്നതിൽ ദേശാഭിമാനി, ജനയുഗം, കൈരളി എന്നിവയ്ക്ക് പങ്കുണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കൃത്യമായ പക്ഷപാതപരമായ നിലപാടുണ്ട്. മറ്റെല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഞാൻ അവസാനം പറഞ്ഞത് ബോധപൂർവമാണ്. കാരണം നാളത്തെ പത്രത്തിൽ ദേശാഭിമാനിക്ക് പക്ഷപാതപരമായ നിലപാടുണ്ട് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യവും കൂടി വ്യക്തമാക്കണമെന്നുള്ളത് കൊണ്ടാണ് മറ്റെല്ലാ മാധ്യമങ്ങളെയും പോലെ തന്നെ എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ കുത്തിവെച്ചുള്ള ലഹരി ഉപയോഗത്തിലൂടെ HIV പകർന്നു. 2 മാസത്തിനിടെ 9 പേർക്ക് HIV ബാധിച്ചതായി കണ്ടെത്തി. 6 മലയാളികൾക്കും 3 അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്.
ജമ്മു കാശ്മീരിലെ കത്വയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ജുദാനയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരർ തന്നെയെന്ന് സൂചന. പാലക്കാട് മുണ്ടൂരിൽ യുവാവിനെ തലക്കടിച്ചു കൊന്നു. മുണ്ടൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. അയൽവാസി വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ബൈപ്പാസിലെ ഗർഡറുകൾ തകർന്ന വീണ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പ്രോജക്ട് മാനേജർ, എഞ്ചിനീയർ അടക്കം 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. ജാർഖണ്ഡ് BJP നേതാവ് അനിൽ ടൈഗർ വെടിയേറ്റു മരിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് ആക്രമണമുണ്ടായത്. പ്രതിയെ പോലീസ് വെടിവെച്ച് പിടിച്ചു. പോലീസ് സംഘത്തെ കണ്ടപ്പോൾ പ്രതി വെടിയുതിർക്കുകയായിരുന്നുവെന്നും പോലീസ്. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ നേതാവിന് കുത്തേറ്റ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കുമാരപുരം യൂണിറ്റിലെ പ്രവീണാണ് ഇന്നലെ കുത്തേറ്റത്. വീടിനു മുന്നിലുള്ള മദ്യപാന സംഘത്തെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. ഇന്ന് ലോക നാടക ദിനം. നാടക സംഘങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാതൃകയായി പുന്നപ്രയിലെ അമേച്ചർ നാടക സംഘം. നാടക മത്സരത്തിൽ ട്രൂപ്പ് സ്വന്തമാക്കിയത് 3 അവാർഡുകൾ. കോർപ്പറേഷൻ പരിധിയിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീട് നിർമ്മിക്കുന്നതിന് 25 കോടി രൂപയും മാറ്റിവെച്ച് തൃശൂർ കോർപ്പറേഷൻ ബജറ്റ്. ഒട്ടേറെ ഇളവുകളും ആനുകൂല്യങ്ങളും ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ DCC അധ്യക്ഷന്മാർക്ക് മത്സര വിലക്ക് ഏർപ്പെടുത്തി ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് നീക്കം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകുന്നതിൽ നിന്നും വിലക്കാൻ. അഹമ്മദാബാദിൽ പ്രത്യേക AICCയുടെ പ്രത്യേക സമ്മേളനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഇതോടുകൂടി ടോപ്പ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.